നമസ്കാരം. ഈ പകലിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം ആദ്യം തലക്കെട്ട്. സംസ്ഥാനത്ത് SDPI പിന്തുണയിൽ പരസ്പര പോര്. CPM SDPI കൂട്ടുകെട്ടെന്ന് രമേശ് ചെന്നിത്തല. ആരോപണം ചെന്നിത്തലയുടെ നുണയെന്ന് മുഖ്യമന്ത്രി. SDPI വെൽഫെയർ പാർട്ടി വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്ന് EP ജയരാജൻ. SDPIയുമായി ഒരു നീക്കുപോക്കുമില്ലെന്ന് MA ബേബി. മഞ്ചേശ്വരത്ത് UDF SDPI ഡീൽ എന്ന ആരോപണം കടുപ്പിച്ച് BJP. വോട്ടെടുപ്പിന് ഇനി 12 നാൾ. പ്രചാരണാവേശത്തിൽ കേരളം. പ്രധാനമന്ത്രി നാളെയെത്തും. പാലക്കാടും തൃശൂരും പരിപാടികൾ. മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിൽ. VD സതീശന്റെ റോഡ് ഷോ തിരുവനന്തപുരത്ത്. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചു. KPCC അധ്യക്ഷനായി വീണ്ടും നിയമിച്ചേക്കും. ഖാർഗെയുമായി ഇന്ന് കൂടിക്കാഴ്ച. പാലക്കാട്ടെ പീഡന പരാതിയിൽ ദളിത് യുവതിയുടെ മൊഴിയെടുത്ത പോലീസ്. ആരോപണ വിധേയനായ കൗൺസിലറുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാർത്താക്കുറിപ്പിറക്കിയ PRD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ജില്ലാ കളക്ടർ. വാർത്താക്കുറിപ്പിറക്കിയത് അഴീക്കോട്ടെ LDF സ്ഥാനാർത്ഥി നൽകിയ പരാതി സംബന്ധിച്ച്. പശ്ചിമേഷ്യ ശാന്തം. അബുദാബിയിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. 5 ഇന്ത്യക്കാർക്ക് പരിക്ക്. ഇറാൻ ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ഹോർമുസ് അടച്ച് ഇറാൻ. ക്രൂഡ് വില $100 പിന്നിട്ടു. ഓഹരി വിപണികൾ കൂപ്പുകുത്തുന്നു. വേനലിൽ പൊള്ളി കേരളം. പാലക്കാട്ട് ഈ സീസണിലെ ഏറ്റവും കൂടിയ ചൂട് വ്യാഴാഴ്ച രേഖപ്പെടുത്തി. 39.8 ഡിഗ്രി സെൽഷ്യസ്. ചൂടിനെ ചെറുക്കാൻ റെക്കോർഡ് വൈദ്യുതി ഉപയോഗം. വിവിധയിടങ്ങളിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം. വയനാട്ടിൽ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാൻ ശ്രമം. ദൗത്യത്തിൽ പങ്കാളികളായി 5 കുങ്കിയാനകൾ. കാട്ടാന വനാതിർത്തിയിൽ. ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ അരുൺ സക്കരയുടെ സംഘം. $10 കോടിയുടെ ഭാഗ്യശാലിയെ ഇന്നറിയാം. സമ്മർ ബമ്പർ നറുക്കെടുപ്പ് 2 മണിക്ക്. വിറ്റുപോയത് 42 ലക്ഷത്തോളം ടിക്കറ്റുകൾ. കൊച്ചിയിലെ ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരത്തിലെ അനിശ്ചിതത്വം ഒഴിഞ്ഞു. GCDA ആവശ്യപ്പെട്ട തുക കേരള ഫുട്ബോൾ അസോസിയേഷൻ കെട്ടിവെച്ചു. ഹോങ്കോങ് ടീം കൊച്ചിയിൽ. മത്സരം ചൊവ്വാഴ്ച. IPL 19ാം സീസണിന് ഇന്ന് തുടക്കം. രാത്രി 7:30 ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് സൺറൈസേഴ്സ് പോരാട്ടം. കാലിൽ പരിക്കേറ്റ ധോണി ആദ്യ 2 ആഴ്ച കളിക്കില്ലെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ. ഗോൾഫ് ഇതിഹാസം ടൈഗർ വുഡ്സ് ജയിലിൽ. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയെന്ന കേസ്. അപകടം ഫ്ലോറിഡയിൽ. നിയമപരമായിട്ടുള്ള പരിശോധനയ്ക്ക് വിസമ്മതിച്ചു എന്നും ആരോപണം. പകൽ വാർത്തയിലേക്ക് വിശദമായി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി തെരഞ്ഞെടുപ്പ് ആവേശം. വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം ഡീൽ ആരോപണത്തിൽ ഏറ്റുമുട്ടൽ കടുപ്പിച്ച മുന്നണികൾ. SDPI വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വർഗീയ കൂട്ടുകെട്ടെന്ന ആക്ഷേപം മുന്നണികൾ പരസ്പരം ഉന്നയിക്കുന്നത്. എന്നാൽ SDPI വോട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ പാർട്ടികൾ ഇല്ലാതാക്കുന്നുമില്ല. SDPI വെൽഫെയർ പാർട്ടികളുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയില്ലെന്ന് EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ പാർട്ടികളുടെ ന്യൂനപക്ഷ വർഗീയതയെ CPM എതിർക്കുന്നുണ്ട്. ഇടതുപക്ഷ നയത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടികളിൽ ഉള്ളവർ വോട്ട് ചെയ്യുന്നത്. അത് എങ്ങനെ വേണ്ടെന്ന് പറയാനാകുമെന്നാണ് EP ജയരാജൻ ചോദിക്കുന്നത്. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജയരാജൻ. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടികൾ എന്ന് പറയുന്നവർ, ഇപ്പോൾ SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, PDP, ഇവരൊക്കെ BJP അകറ്റി നിർത്തുവാനായിട്ട്
UDF-നോ LDF-നോ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ UDF-നാണ്, പക്ഷേ BJP അകറ്റി നിർത്താൻ ചില മണ്ഡലങ്ങളിൽ LDF-നും. SDPAയും സ്വാഭാവികമായിട്ടും ഇതേ രീതിയിലുള്ള നിലപാടാണ്. കൂടുതലും LDF-ന് അനുകൂലമായിരിക്കും. അപ്പോൾ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുള്ളൂ. പക്ഷേ ഇത് LDF-നും അത് ഈ മതനിരപേക്ഷത പ്രതിച്ഛായയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു വർഗീയതയ്ക്ക് പരിഹാരം മറ്റൊരു വർഗീയതയല്ല, മതനിരപേക്ഷതയാണ്. എല്ലാ ജനങ്ങളിലും സാഹോദര്യം വളർത്തിയെടുക്കാനാണ്, എല്ലാവരുടെയും ഐക്യം വളർത്തിയെടുക്കാനാണ്, എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. മതവിശ്വാസികൾക്ക് അവർക്ക് സന്തോഷപൂർവ്വം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും, ചർച്ചിൽ പോകാനും പ്രാർത്ഥിക്കാനും, അമ്പലങ്ങളിൽ പോകാനും ഒക്കെ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം, സന്തോഷകരമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. അത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ ഉണ്ടാകും. അതിന്ന് ന്യൂനപക്ഷങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ ജനവിഭാഗവും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ വർഗീയ പാർട്ടികളുടെ പിന്തുണ ആവശ്യമുണ്ടോ? SDPA പോലെയുള്ള വർഗീയ പാർട്ടികളുടെ നില അവരവരുടെ നില തീരുമാനിക്കട്ടെ. അവരുടെ നില തീരുമാനിക്കേണ്ട അവകാശമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്താനും ജനക്ഷേമകരമായ നിലയിൽ ആ പരിപാടികൾ വിജയിപ്പിക്കാനും അതിലെല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുക എന്ന സാഹോദര്യത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ന്യൂനപക്ഷ വർഗീയതയെ തള്ളിപ്പറയാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയണം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയണം, PDPയുടെ വോട്ട് വേണ്ട എന്ന് പറയണം. ഓരോ പാർട്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങളിങ്ങനെ അവരുടെ വോട്ടൊക്കെ ഓരോ പാർട്ടിയുടെ പെട്ടിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇത് ബഹുജനങ്ങളാണ്. ജനങ്ങളെല്ലാം ഓരോ പാർട്ടിയുടെ പോക്കറ്റിലല്ല, ജനങ്ങൾ ബഹുജനങ്ങളാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരുടെ പിന്തുണ വേണ്ട എന്ന് പറയാം ഈ സംഘടനകളുടെ, ഈ വർഗീയ സംഘടനകളുടെ. അല്ല, അതുകൊണ്ട് തെറ്റായ ധാരണകളാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. ഇങ്ങനെ ഓരോ പാർട്ടിക്കുമെല്ലാം കുറേ ആൾ ഇങ്ങനെ മുന്നണി, ആ തെറ്റായ നയങ്ങളല്ല ഞങ്ങൾ ജനങ്ങളോടാണ് പറയുന്നത്. എല്ലാ പാർട്ടിക്ക് പിന്നിലും അണിനിരന്ന ബഹുജനങ്ങളുണ്ട്. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഞങ്ങളുടെ നയം പറയുന്നു. സംസ്ഥാനത്ത് CPIM SDPI കൂട്ടുകെട്ട് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. SDPIയും CPM തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരിക്കും. PDPയും CPM തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കി. എൻ്റെ മണ്ഡലത്തിൽ PDPയുടെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ അതിലെ നാമനിർദ്ദേശ പത്രിക സ്കൂട്ടണി ചെയ്തപ്പോൾ അതിനകത്തെല്ലാം വലിയ ഗുരുതരമായ തെറ്റുകളാണ്. അപ്പം എൻ്റെ ഏജൻറ്റ് അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് BJPയും CPM ആയിരുന്നു. അത് തള്ളരുതെന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിൽ SDPI പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ, LDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PDP തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദേശത്തെ കാര്യം എനിക്കറിയില്ല, അതെനിക്കറിയില്ല. മറ്റു സ്ഥലങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയാതെ മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. നിങ്ങൾ ആ വിഷയം കൊണ്ടു നടക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഡീൽ ആരോപണം ചെന്നിത്തലയുടെ നുണയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് SDPI LDF ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല ജയരാജ് എന്ന് പറയുകയും ചെയ്തു, SDPI ഉൾപ്പെടെയുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് വെക്കാൻ എത്തിയും തയ്യാറാണ്. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നത് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDFനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെന്തിനാണ് എന്ന് നിങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കണം. SDPIയുമായി യാതൊരു നീക്കുപോക്കും CPM നടത്തിയിട്ടില്ലെന്ന് MA ബേബി. അവരുടെ ശൈലി ജനാധിപത്യ പ്രവർത്തനത്തിന് ഗുണമല്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. PDPക്ക് പഴയ നിലപാടല്ല ഇപ്പോഴുള്ളതെന്നും MA ബേബി പറഞ്ഞു. SDPയുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്. PDP ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ശ്രീ മദനിയും അത്തരം നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ ശ്രീ മദനി തന്നെ പിന്നീട് വ്യക്തമാക്കി, തന്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ഒരു പങ്കുമില്ലാത്ത
സംഭവങ്ങളിൽ അദ്ദേഹം പങ്കാളിയാണെന്ന് കൃത്രിമമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി രേഖകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുമ്പ് ഞാൻ എടുത്തിരുന്ന നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDPയുടെ സമീപനത്തിലുമുണ്ട്. പക്ഷെ അത് പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. CPIMന്റെ BJPയുടെയും ഡീൽ എന്തുമാകട്ടെ, കോൺഗ്രസിന്റെ ഡീൽ ജനങ്ങളുമായിട്ടാണെന്നാണ് ശശി തരൂർ MPയുടെ പ്രതികരണം. BJP എവിടെയും അക്കൗണ്ട് തുറക്കില്ല. അതിനുള്ള മുഴുവൻ ശ്രമങ്ങളും UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ശശി തരൂർ. തമ്മിൽ എന്ത് ഡീല് വേണം ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം. ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ചിന്ത, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താ ഭാവിയിൽ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. BJP ഒരു 0 സീറ്റ് പാർട്ടി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇനി 1, 2, 3 അവർക്ക് സാധ്യത ഉണ്ടെങ്കിൽ മത്സരിച്ചിട്ടോട്ടെ. ഞങ്ങളൊക്കെ ശക്തമായി നിൽക്കണ്ടല്ലോ. പക്ഷെ അതും ത്രികോണ മത്സരമാണ്. നമ്മളും നിൽക്കുന്നുണ്ട്, LDF നിൽക്കുന്നുണ്ട്. BJP എവിടെയും ഒരു റൺവേ ലീഡറല്ല. അവരൊപ്പം നമ്മൾ മത്സരിക്കും. നോക്കാം എന്ത് സംഭവിക്കും. 2, 3 സീറ്റിൽ അവർക്ക് മത്സരിക്കാനുള്ള സാധ്യത കാണുന്നു. 10 ഒരു സാധ്യതയില്ല. SDPI CPM ധാരണയുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ലീഗ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന CPM നേതാക്കളുടെ അഭിപ്രായം അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് വേങ്ങരയിൽ KM ഷാജിയെ നിർത്തിയതെന്നും സാദിഖ് അലി തങ്ങൾ. ഓരോരുത്തർ ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല. ലീഗിന് തീരുമാനം എടുക്കാനുള്ള ആർജവം സംബന്ധിച്ചിടത്തോളം എപ്പോഴും മറ്റുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ട ആവശ്യം. ലീഗ് എപ്പോഴും അതിന്റെ തീരുമാനം എടുത്തിട്ടുള്ളത് വേറെ ഒരു താല്പര്യവും ലീഗിന്റെ ഒരു രാജ്യയെ കൊണ്ടുവരാൻ തീരുമാനിച്ച മുസ്ലിം ലീഗാണ്. സാഹിബ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹം മലപ്പുറം തന്നെ മത്സരിക്കണം. അപ്പോൾ മേഖലയിൽ ഒഴിവ് വന്നു. ആ ഒഴിവിലേക്ക് സാധ്യത മറ്റുള്ള ഒരു താല്പര്യവും വേറെ ഒരു ദുസ്വാധീനവും അങ്ങനെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡീൽ ആരോപണം BJPയും കടുപ്പിക്കുകയാണ്. മഞ്ചേശ്വരത്ത് UDFും SDPIയും തമ്മിൽ ഡീലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നേമത്തെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത് ഒരു കൃത്യമായ ഒരു ഡീല് നമ്മൾ മഞ്ചേശ്വരത്തെ കണ്ടല്ലോ. അത് ആണല്ലോ ഒരു ഡീൽ. അത് SDPIയും UDF തമ്മിലൊരു ഡീല്. അതിന്റെ തെളിവുണ്ട്. അതിന്റെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മറ്റേ ഡീലെല്ലാം കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചരണം. പക്ഷേ ഒരു സത്യമായി നമ്മളുടെ മുമ്പിൽ കാണാൻ കിട്ടുന്ന ഒരു ഡീലാണ് മഞ്ചേശ്വരത്തിൽ SDPIയും കോൺഗ്രസ് നടത്തുന്നത്. എന്തുകൊണ്ട് SDPIന്റെ കാൻഡിഡേറ്റിനെ പിൻവലിച്ചു? പേടിച്ചിട്ടല്ലേ? അപ്പോൾ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ കൃത്യമായ ഡീല് കോൺഗ്രസും SDPIയും, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം. അതൊന്ന്. രണ്ടാമത്തത്, തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷൻ തമിഴ്നാട്ടിൽ ആരൊപ്പാ ഡീല്? ആരൊപ്പാണ്? CPM കോൺഗ്രസ് തമ്മിലല്ലേ? അപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയവും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും എല്ലാം ഇവര് ചെയ്യും. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത്രമാത്രം ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കോരി എറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. എന്നാലും ഡീൽ എന്നുള്ള പ്രയോഗം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ അത് CPM SDPI ഡീൽ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പക്ഷെ അതിൽ ശ്രദ്ധേയമായിട്ട് കാര്യം, ആ വോട്ടുകൾ വേണ്ട എന്ന് പറയില്ല എന്ന് EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നു. മാത്രമല്ല പിണറായി വിജയൻ അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയതുമില്ല. ഈ ആരോപണങ്ങൾ ഈ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെങ്ങനെ വായിക്കണം സജിത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്? ഡീൻ, ഇക്കാര്യത്തിൽ എൽദോ വളരെ പ്രധാനമാണ്. ഡീൽ ആരോപണം എന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയരുന്നതാണ്. പക്ഷേ ഇത്തവണ അതിന് പശ്ചാത്തലം മറ്റൊന്നുകൂടിയുണ്ട്. CPMനെതിരെ ആദ്യം BJPയുമായി ഒത്തുകളി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് CPMനെതിരെ. അതിൻ്റെ മറുപടിയും പ്രത്യാരോപണങ്ങളുമായി അതിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയും
കോൺഗ്രസും തമ്മിൽ ധാരണ, UDFും തമ്മിൽ ധാരണ എന്ന ആരോപണമാണ് BJP ആരോപണത്തിന് മറുപടി എന്നോണം CPM മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ കളം ഇന്നൊന്ന് മാറി എന്നതാണ് ചിത്രം. അതായത് SDPIയും CPMും തമ്മിൽ പലയിടങ്ങളിലും ധാരണയുണ്ട് എന്ന ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. കഴിഞ്ഞ ദിവസം SDPI നേതൃത്വമാണ് ചിലയിടങ്ങളിൽ, കോൺഗ്രസ് ദുർബലമായ ചിലയിടങ്ങളിൽ ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ഇതിനോട് CPM നേതാക്കൾ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഈ വിവാദം പുതിയ തലത്തിലെത്തിക്കുന്നത്. അതായത് ഈ വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന് EP ജയരാജൻ പറയുന്നു. അതേസമയം പിണറായി വിജയൻ ആവട്ടെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയുന്നതുമില്ല. ഇതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസം വിജയരാഘവനും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ഈ വെൽഫെയർ പാർട്ടി ചിലയിടങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമല്ലോ എന്ന ചോദ്യത്തിനും അദ്ദേഹവും വ്യക്തത വരുത്താതെ പോകുന്നുണ്ട്. അപ്പോൾ തള്ളിപ്പറയാൻ, SDPയെ തള്ളിപ്പറയാൻ CPM മടിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് സാഹചര്യം. തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണം പല തലങ്ങളിലേക്ക് മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ BJPയും മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചാണ്. മഞ്ചേശ്വരത്ത് അവിടെ കോൺഗ്രസും SDPയും തമ്മിൽ ഡീലുണ്ട് എന്ന ആരോപണം തിരിച്ച് BJP ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ഈ തരത്തിലേക്ക് ഈ ആരോപണം കടന്നു പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പുതിയ തലങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. ഇതുവരെ ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ, ഈ പ്രചരണ രംഗത്ത് ഉയർന്ന വിവാദങ്ങളിൽ ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണമാണ്. തൽക്കാലം CPMും SDPയും തമ്മിൽ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണം ഏതു തരത്തിലേക്ക് പോകുമെന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. എന്തായാലും കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾക്കെതിരെ ഉയർന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം SDPI CPM ആരോപണം അവർ ഉന്നയിക്കുകയാണ്. CPM ആവട്ടെ വളരെ ആശയക്കുഴപ്പത്തിലാവുന്ന സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് കേരളത്തിലെന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ നോക്കി പരാജയപ്പെട്ട CPM അയ്യപ്പ സംഗമം നടത്തി ഭൂരിപക്ഷ പ്രീണനം നടത്താനാണ് നോക്കുന്നത്. ഇത് രണ്ടും കേരള ജനത തള്ളിക്കളയുമെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയമായ കൂട്ടുകെട്ട് തന്നെയുമല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി മുഖ്യമന്ത്രിയും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പൗരത്വ നിയമത്തെ പറ്റിയാണ്. എല്ലാ യോഗത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് മാറി. അപ്പോഴാണ് അയ്യപ്പ സംഗമത്തെ പറ്റി ഓർത്തത്. ആഗോള അയ്യപ്പ സംഗമം നടത്താനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ച് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM പ്രയോഗിക്കുന്ന ഭൂരിപക്ഷ പ്രീണന കാർഡാണ്. ഈ രണ്ട് കാർഡും കേരളത്തിൽ ചെലവാക്കാൻ പോകുന്നത്. ഞങ്ങൾ മതേതര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശിവൻകുട്ടി തന്നെ വെല്ലുവിളിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ. ആത്മവിശ്വാസമുണ്ടെങ്കിൽ രാജീവ് എന്ന പേരിൽ അപരനെ നിർത്തിയത് എന്തിനാണ്? ശിവൻകുട്ടിയുമായുള്ള സംവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ പ്രതികരിച്ചു. എന്നെ വെല്ലുവിളിക്കുന്നത് ശ്രദ്ധ തിരിക്കാനല്ലേ? ഞാനൊരു പുതിയ വ്യക്തിയല്ലേ. ഇതുവരെ ഞാൻ MLA ആണോ? ഇവിടെ MP ആയിരുന്നോ? ഇല്ലല്ലോ. മന്ത്രി ആരായിരുന്നു? MLA ആരായിരുന്നു? MP ആരായിരുന്നു? അവരല്ലേ റിപ്പോർട്ട് കാർഡ് കൊടുക്കേണ്ടത്? ഞാനാണോ കൊടുക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് വെറുതെ വിഡ്ഢിയാക്കാനൊരു ശ്രമം. ഇതിനാ ബ്രാഞ്ച് സെക്രട്ടറി ആയ ഒരു രാജീവിനെ മത്സരിപ്പിക്കുന്നു? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി എന്തുകൊണ്ടാണ് മത്സരിക്കുന്നത്? എന്നെ തോൽപ്പിക്കാനല്ലേ? രാജീവിനെ കൺഫ്യൂസ് ചെയ്യാനല്ലേ? മൂന്നാമത്തെ കാര്യം, പിന്നെ എന്തിനാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റി വെച്ചിരിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലി നാളെ പാലക്കാട്ടും റോഡ് ഷോ തൃശൂരിലും നടക്കും. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി പാലക്കാടെത്തും. 2:45 സമ്മേളനം. 4:10 തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. അടുത്ത ഘട്ടമായി ഏപ്രിൽ 4 പാലായിലും തിരുവനന്തപുരത്തും മോദി പ്രചാരണത്തിനെത്തുന്നുണ്ട്. പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയാണ് പാലായിൽ നടക്കുക. അന്ന് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 31 തിരുവനന്തപുരം ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട K. സുധാകരനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ച ഹൈക്കമാൻഡ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിനിധികളുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിക്ക് വിളിപ്പിച്ചത് താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ്.
ദിവസം രാത്രി 10:30 കെ സുധാകരന് ഇന്ന് രാവിലെ അടിയന്തരമായി ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണ് രാവിലെ 6 മണിക്ക് ശേഷമുള്ള കണ്ണൂർ ഫ്ലൈറ്റിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നേരത്തെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ തന്നെ പങ്കുവച്ചതാണ്. അതായത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് അനുനയ നീക്കത്തിന്റെ ഭാഗമായി പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫർ മുമ്പോട്ട് വെച്ചത്. ആ ഓഫർ KPCCയുടെ അധ്യക്ഷ പദവി അദ്ദേഹത്തിന് തിരികെ നൽകാമെന്നുള്ളതായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് മല്ലികാർജ്ജുന ഖാർഗെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ദേശീയ നേതൃത്വം നടത്തും, കെ സുധാകരനെ കൃത്യമായൊരു പരിഗണന നേതൃതലത്തിൽ പാർട്ടി തലത്തിൽ ഉറപ്പാക്കുമെന്ന് വാക്കുകൊടുത്തത്. അതിനുശേഷം ഡൽഹിയിലേക്ക് 25-ാം തീയതിക്ക് മുമ്പ് വിളിപ്പിക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യം പുറത്തു വന്നതെങ്കിൽ അത് 2 ദിവസം കൂടി വൈകി എന്നതാണ് എടുത്തു പറയേണ്ടത്. തുടർന്ന് ഇന്നലെ രാത്രി 10:30 ഇന്ന് രാവിലെ അടിയന്തരമായി ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശം നൽകിയത്. പാർലമെന്റിൽ ചില കാര്യങ്ങളുണ്ട്, ഔദ്യോഗികമായ ചില കാര്യങ്ങളുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും മറ്റ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി താരപ്രചാരകരുടെ 40 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച കെ സുധാകരൻ പാർട്ടിയുടെ നേതൃതലത്തിൽ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിലും വൈപ്പിനിലും ലത്തീൻ സഭയുടെ വോട്ട് ഉറപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇടപെടും. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വൈപ്പിനിൽ ടോണി ചമ്മണിയുമാണ് മത്സരിക്കുന്നത്. ലത്തീൻ സഭയ്ക്ക് വൻ മേധാവിത്വമുള്ള കൊച്ചിയിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാടാണ് കൊച്ചി രൂപത സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വൈപ്പിനിൽ ലത്തീൻ സമുദായ അംഗമായിട്ടുള്ള ടോണി ചമ്മണിയെ നൽകിക്കൊണ്ട് ഇതിന് പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. ഇത് കൊച്ചി രൂപതയെയും ലത്തീൻ സമുദായ നേതാക്കളെയും ബോധ്യപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് സംസാരിക്കുമെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിന്റെ പ്രചാരണത്തിനിടെ വോട്ട് കുത്തകയുടെ പേരിൽ ആരും വിലപേശണ്ട എന്ന് VD സതീശന്റെ പ്രസ്താവന അത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഡാനി പോൾ റിപ്പോർട്ട്. കൊച്ചിയിലും അതേസമയം തന്നെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലും നിർണായകമായ നീക്കം നടത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. രണ്ടും നിലവിൽ CPM വിജയിച്ച മണ്ഡലങ്ങളാണ്. ഇതിൽ ഇപ്പോൾ കൊച്ചിയിൽ മത്സരിക്കുന്നത് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വൈപ്പിൻ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കൊച്ചിയുടെ മുൻ മേയറായ ടോണി ചമ്മണിയുമാണ് മത്സരിക്കുന്നത്. 2 സീറ്റിലും വിജയം ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. കൊച്ചി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ ലത്തീൻ സഭാ അംഗം തന്നെ, പ്രത്യേകിച്ച് കൊച്ചി രൂപതയിൽ നിന്നുള്ള ആൾ തന്നെ വേണമെന്ന ഒരു നിർബന്ധ ബുദ്ധി തുടക്കം മുതൽ തന്നെ ലത്തീൻ സഭ വെച്ചു പുലർത്തുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരികയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പിന്നീടാണ് DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിശ്വസ്തനുമായ മുഹമ്മദ് ഷിയാസിനെ അവിടേക്ക് പരിഗണിക്കുന്നതും ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ വൈപ്പിൻ മണ്ഡലത്തിൽ പ്രാതിനിധ്യം വേണമെന്ന എറണാകുളം വരാപ്പുഴ അതിരൂപതയുടെ ആവശ്യം പരിഗണിക്കുകയും ചെയ്തിരുന്നു. ലത്തീൻ സഭ അവിടെ സഭാ അംഗമായ ടോണി ചമ്മണിയാണ് അവിടെ മത്സരത്തിന് നിയോഗിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കൊച്ചി രൂപതയിൽ നിർണായകമായ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഇനിയും ചില ഇടപെടലുകൾ വേണ്ടിവരും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് VD സതീശൻ നേരിട്ട് തന്നെ ഈ വിഷയങ്ങളിൽ സംസാരിക്കാനായിട്ട് സഭാ നേതൃത്വവുമായി വൈകാതെ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത് കൊച്ചി രൂപതയുടെയും ആലപ്പുഴ രൂപതയുടെയുമായ നിർണായകമായ പങ്ക് ഇവിടെയുണ്ട്. ഏതാണ്ട് 1,30,000-ഓളം വോട്ടർമാർ 2 രൂപതകളുടെയുമായും ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രാതിനിധ്യം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരമൊരു സമുദായ സമവാക്യങ്ങൾ പ്രത്യേകിച്ച് വൈപ്പിൻകരയിൽ പൂർത്തിയായപ്പോൾ ഇവിടെ നൽകാനായിട്ട് കൊച്ചി രൂപതയ്ക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപമുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും സഭയെ ഒപ്പം നിർത്തുകയും ചെയ്യാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിക്കൊപ്പം തന്നെ വൈപ്പിനിലും നിർണായകമായ വിജയങ്ങൾ നേടിയെടുക്കാൻ
കഴിയും. രണ്ടും CPM അനുകൂല മണ്ഡലങ്ങളാണ്. അവിടെ നിർണായക വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണുള്ളത്. അവിടെ അത്തരം ഒരു സംഭാഷണങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെയും ചില സംസാരങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി വൈകാതെ തന്നെ നേരിട്ട് ബിഷപ്പ് ഹൌസുകളിൽ ഒരുപക്ഷെ സംസാരങ്ങൾ നേരിട്ട് ഉണ്ടായേക്കാം. കാരണം തന്റെ വിശ്വസ്തനായ ഒരാളെ ഇപ്പോൾ DCC പ്രസിഡന്റിനെ തന്നെ മുഹമ്മദ് ഷിയാസിനെ വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം, അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്ന് കൂടുതൽ മണ്ഡലങ്ങൾ UDF-നൊപ്പം ചേർക്കേണ്ടതിന്റെ വലിയ ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവിനുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ ബഫൂൺ പരാമർശത്തിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെള്ളാപ്പള്ളി ഇതിലും മോശമായി തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും 90 വയസ്സുള്ള അദ്ദേഹത്തിന് എന്ത് മറുപടി നൽകാനാണെന്നുമായിരുന്നു സതീശന്റെ പ്രതികരണം. എന്തായാലും UDF ജയിക്കുമെന്നും കോൺഗ്രസിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാവുമെന്നും അദ്ദേഹത്തിന് അറിയാമല്ലോ എന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. അതേ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പേരും കൂടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് ജയിക്കുമെന്ന് അല്ലേ? കോൺഗ്രസ് നേതാവിന്റെ ഒരാളുടെ പേര് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയാലോ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും എന്നറിയാലോ അദ്ദേഹത്തിന്. അത്രയും മതി. എനിക്ക് സന്തോഷമായി. എന്നെ പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അതല്ല, അതിനേക്കാളും മോശമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായ പിന്നെ തവളെ പോലെ ചേർത്തെന്ന് പറഞ്ഞു ഇല്ലേ? പിന്നെ ഞാൻ പന്നനാണ്, വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞു. 90 വയസ്സായില്ലേ, ഞാൻ എങ്ങനെ തിരിച്ചു വരണത്? അദ്ദേഹത്തിന് 90 വയസ്സായി. അല്ല, അദ്ദേഹത്തിന് 90 വയസ്സായി. ഞാൻ വല്ലതും പറഞ്ഞ അതിലെ ബാക്കി ഉണ്ടാവുള്ളൂ. എന്നെ പറഞ്ഞതൊക്കെ പോവില്ലേ? ഞാൻ ഒന്നും പറയില്ല. 90 വയസ്സായിന്ന്. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിയെ പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. വേങ്ങരയിൽ KM ഷാജിക്കല്ല VD സതീശിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് യോഗത്തിന്റെ ആഹ്വാനം. ഷാജി നല്ലവനല്ല എങ്കിലും കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്ന ആളാണ് എങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. സതീശിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വോട്ട് രേഖപ്പെടുത്തുകയെന്നാണ് ഗ്രൂപ്പ് യോഗത്തിന്റെ വിലയിരുത്തൽ. വേങ്ങരയിൽ KM ഷാജിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നു, അവർക്കറിയാം, ഈഗോർക്കറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം, നമ്മളിന്ന് ഇവിടെ യോഗം ചേരുന്നില്ല. നമ്മളിന്നിവിടെ യോഗം ചേരുന്നില്ല, അവർക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ശരിയാണ്, ഞങ്ങളിവിടെ യോഗം ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ആ കാരണന്മാർ പുജാരം മാത്രമാണ് ഇല്ല. അവർ 50 60 ആളെ ഉണ്ടാവുള്ളൂ. അവർ ഷാജിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇടപെട്ട് വോട്ട് ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് വോട്ട് ചെയ്തു. അവർ താല്പര്യമുണ്ടെങ്കിൽ മുമ്പ് വന്നോട്ടെ, നമുക്ക് ചെയ്തു. സന്തോഷത്തോടു കൂടി നമ്മളെ ചോദിക്കും. പക്ഷേ ഷാജിന്റെ കൂടെ വേഗത കോൺഗ്രസ്സുകാർ വരുന്നുണ്ടോ? മറ്റേ കോൺഗ്രസ് ലീഗുകാർ വന്നോട്ടെ. ഷാജി വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കും. ഷാജിക്ക് നമ്മൾ വോട്ട് ചെയ്യും. എന്തൊക്കെ പറഞ്ഞ ഇതൊക്കെ മനസ്സിലെ വികാരങ്ങൾ അങ്ങോട്ട് തള്ളുകയാണ്. മനസ്സിലെ വികാരങ്ങൾ അങ്ങനെ തള്ളുമ്പോൾ ഒരു പക്ഷേ ആ തള്ളിച്ച് കൂടുതലായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ശരി, നമ്മുടെ റബലല്ല, നമ്മുടെ സഭാവിൽ വോട്ട് ചെയ്യുന്നവരല്ല. നമ്മള് ഷാജി നല്ലവനല്ലെങ്കിലും വർഗീയവാദിയാണെങ്കിലും കോൺഗ്രസ് എപ്പോഴും തെളിവ് പറഞ്ഞവരാണെങ്കിലും ആ ഷാജിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു. എന്തിന് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഷാജിക്കല്ല, ED സതീശനാണ്. പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതിയിൽ ദലിത് യുവതിയുടെ മൊഴിയെടുത്ത പോലീസ്. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ യുവതി പോലീസിന് കൈമാറി. അതേസമയം പ്രക്ഷോഭിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് A തങ്കപ്പൻ അറിയിച്ചു. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനൊരു ധാർമ്മിക ഒരു DCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കണം. എത്ര മുമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടത്, എല്ലാതെ വെളിയിലാക്കണം. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഇനി ഓരോ തെരഞ്ഞു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ, ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലാണ്ടോ? ഏത് പാർട്ടിയാൻ പറ്റില്ല. ഞാൻ എണ്ണി പറയാൻ ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങളൊന്നും എന്തിനു നിന്നു കേട്ടതെന്ന് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? പ്രക്ഷോഭിനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി.
5 വർഷത്തെ ഭരണത്തെയാകും ജനങ്ങൾ വിലയിരുത്തുകയെന്നും കൗൺസിലറുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്നും പിഷാരടി പറഞ്ഞു. നമ്മുടെ കൂടെ പ്രചരണമാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളാകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് PRD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി PRD വാർത്താക്കുറിപ്പ് ഇറക്കിയ സംഭവത്തിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക കണ്ടെത്തൽ. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB സുമേഷ് നൽകിയ പരാതി സംബന്ധിച്ചായിരുന്നു വാർത്താക്കുറിപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായക ഇടപെടൽ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയും ട്രംപും തമ്മിൽ ചൊവ്വാഴ്ച നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ എലോൺ മസ്കും പങ്കെടുത്തുവെന്ന വിവരമാണ് വൈറ്റ് ഹൌസ് പുറത്തുവിട്ടത്. യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും വൈറ്റ് ഹൌസ് വിശദീകരിക്കുന്നു. അതിനിടെ അബുദാബിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. VV വിനോദ് ചേരുന്നു. വിനോദ്, ആദ്യം ഈ മോദി ട്രംപ് മസ്ക് ആ ടെലിഫോൺ സംഭാഷണം അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇനി അബുദാബിയിൽ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ. എന്തോ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടില്ല. ചൊവ്വാഴ്ച നടന്ന സംഭാഷണത്തിൻ്റെ ചില വിവരങ്ങൾ, അതായത് ഈ ലോകത്തെ വലിയ സമ്പന്നനായ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഈ 3 പേരുമാണ് ടെലിഫോൺ സംഭാഷണത്തിൽ പങ്കെടുത്തതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ട്രംപും എലോൺ മസ്കുമായി രസത്തിലായിരുന്നില്ല. എലോൺ മസ്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് നേരത്തെ വലിയ സൗഹൃദമുണ്ടായിരുന്നു ട്രംപുമായി. പിന്നീട് ഇരുവരും വഴിപിരിയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ എലോൺ മസ്ക് കൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇത് ലോകത്തിൻ്റെ വ്യാപാരത്തെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഊർജ്ജത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഈ പെട്രോളിയവും മറ്റ് വസ്തുക്കളും ഇന്ധനങ്ങളും ഒക്കെ തന്നെ വരുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതുപോലൊപ്പം തന്നെ വളത്തിൻ്റെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്ത്യക്കടക്കം വളം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അമോണിയം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിക്കാത്തതുകൊണ്ട് അത് കൃഷിയെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. ഇതിനിടയിലാണ് ഇത് ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഓഹരി വിപണികൾ തകരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, US ഓഹരി വിപണിയെ പോലും കാര്യമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മാറുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ എലോൺ മസ്ക് കൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു വൈറ്റ് ഹൗസിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നതിൽ പറയുന്നത് ഫലപ്രദമായ ചർച്ചകളാണ് നടന്നത്, ഏറ്റവും കാര്യക്ഷമമായ നിർദ്ദേശങ്ങളുണ്ടായി, ആ തരത്തിലാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അവിടെയും വരുന്ന പ്രശ്നം, അമേരിക്ക മുന്നോട്ട് വെച്ച 15 ആവശ്യങ്ങളുണ്ട്. അതിനോട് ഇറാൻ സഹകരിക്കണം, അല്ലെങ്കിൽ അത് അംഗീകരിക്കണമെന്ന നിലപാടാണ്. പക്ഷേ ഒരു കാരണവശാലും ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ അധികാരം ഉൾപ്പെടെ അമേരിക്കയുമായി പങ്കുവയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാൻ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് കരുതുക വയ്യ. മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം, അത് ഊർജ്ജാവശ്യത്തിന് വേണ്ടിയെന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അത് ആണവശക്തിയാകുന്നതിന് വേണ്ടിയുള്ള ഇറാൻ്റെ നീക്കമാണെന്ന അമേരിക്ക എടുക്കുന്ന നിലപാട്. ഇതിനോടൊക്കെ തന്നെ ഒരു സമരസപ്പെടൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒത്തുതീർപ്പിൻ്റെ സാധ്യതകൾ തെളിയണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളുണ്ടോ എന്നത് വളരെ കുറവായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം ഒത്തുതീർപ്പിൻ്റെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു നിലയില്ല. മാത്രമല്ല, ഉക്രൈൻ പോലുള്ള രാജ്യങ്ങൾ
ഈ സൗദിയെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി, അതായത് ഇറാന് റഷ്യയുടെ പിന്തുണ ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉക്രൈൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. മാത്രമല്ല നാറ്റോയ്ക്ക് സാമ്പത്തിക സഹായം ഇനി നൽകില്ലെന്ന് അമേരിക്ക പറയുന്നു. സഖ്യരാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ അമേരിക്കയെ കാര്യമായി സഹായിക്കുന്നില്ല എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ട്രംപിൻ്റെ കാര്യത്തിലും ചില പരിങ്ങലുകളുണ്ട്. അവിടെ ഹിതപരിശോധന വരാൻ പോവുകയാണ് അമേരിക്കയിൽ. ഒരു ദിവസം ഏതാണ്ട് 9,000 കോടി രൂപയാണ് യുദ്ധത്തിനായി അമേരിക്ക ചെലവിടേണ്ടി വരുന്നത്. അത്തരമൊരു സാഹചര്യം. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത അനുസരിച്ച് അബുദാബിയിൽ ഇന്ന് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയ ഒരു പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ എല്ലാ രാജ്യങ്ങളും, അല്ലെങ്കിൽ ഗൾഫിൽ ഏതൊക്കെ രാജ്യങ്ങളാണോ അമേരിക്കയ്ക്ക് യുദ്ധകേന്ദ്രം തുറന്നു കൊടുത്തിട്ടുള്ളത് അവിടെ എല്ലാം തന്നെ ആക്രമിക്കുന്ന നില ഇറാൻ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഭാഷണം, അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാകും. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. എലോൺ മസ്കിൻ്റെ ഇടപെടലും ഒരുപക്ഷെ ആ നിലയ്ക്ക് തന്നെ നമുക്ക് കാണേണ്ടി വരും. എഴുതോ റൈറ്റ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാലും അവിടെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെയും ഇടപെടലുണ്ടായി എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. വിനോദ് തുടരുന്നു. വിനോദ്, ഈ പ്രതിസന്ധിയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇന്ത്യക്കാർ അവിടെ ഗൾഫ് മേഖലകളിൽ വളരെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, ഒരുപാട് പേരവിടെ താമസിക്കുന്ന പ്രവാസികളായി തന്നെ. ഒപ്പം തന്നെ മറ്റൊന്നാണ് നമ്മുടെ രാജ്യം ആകമാനം നേരിടുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധി. അത് ഇന്ധനത്തിൻ്റെതാകട്ടെ അല്ലെങ്കിൽ രൂപയുടെ തകർച്ച. ഈ ഒരു സാഹചര്യമൊക്കെ എങ്ങനെ കരുതാനാണ്, നേരിടാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആലോചന? ഇതിലെന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ വരുന്നു? ഇത് ഏറ്റവും പുതിയ ഒരു വിവരം കൂടി, ജാംനഗറിലേക്ക് ഒരു കപ്പൽ കൂടി എത്തിയിരിക്കുന്നു. 42,000 മെട്രിക് ടൺ LPGയുമായാണ് ഈ കപ്പൽ എത്തിയിരിക്കുന്നത്. അതായത് പാചകവാതക വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുന്നു. പെട്രോളിയം വസ്തുക്കൾക്ക് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല, അതിന് ഉള്ള ഷോർട്ടേജ് വന്നിട്ടില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി കൂടുതലായി നടത്തുന്നുണ്ട്. മാത്രമല്ല ഇറാൻ ഇതുവരെ ഇന്ത്യൻ കപ്പലുകളെ അങ്ങനെ പരിപൂർണമായി തടഞ്ഞിടുന്ന നിലയിലേക്ക് പോയിട്ടില്ല. ഇന്ത്യയുടെ പല കപ്പലുകളും ഇവിടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇറാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചൈനയുടെ കപ്പൽ ഇറാൻ തടഞ്ഞിട്ടു. അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. കാരണം ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നൊരു രാജ്യമാണ്. എന്നിട്ടും ചൈനയുടെ കപ്പൽ തടഞ്ഞിടുന്ന നിലയിലേക്ക് പോയി. ഇപ്പോഴും ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുന്നുണ്ട്. ഏതാണ്ട് 28ഓളം കപ്പലുകൾ ഉണ്ടായിരുന്നതിൽ വളരെ ചുരുക്കം കപ്പലുകളാണ് രാജ്യത്തേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. മറ്റുള്ള കപ്പലുകൾ അവിടെ തുടരുകയാണ്. ഇതിനിടയിൽ കേരള തീരത്തും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ആശ്രയം തേടുന്നുണ്ട്. അവരുടെ ഇന്ധനം തീരുന്നു, ഭക്ഷണം തീരുന്നു, വെള്ളം തീരുന്നു, കുടിവെള്ളം തീരുന്നു. അങ്ങനെ അത്തരം കപ്പലുകളും നമ്മുടെ രാജ്യത്തെയും ആശ്രയിക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. ഈ കപ്പൽ ഗതാഗതത്തിൽ തന്നെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. യുദ്ധം ആകട്ടെ ഈ താൽക്കാലിക വെടിനിർത്തൽ എന്നൊരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നെങ്കിൽ കൂടിയും അത് ഫലപ്രദമായിട്ടില്ല. ആ പറഞ്ഞ ദിവസം മുതൽ തന്നെ കുറച്ചുകൂടി ശക്തമായി ഈ യുദ്ധം നടക്കുന്നു എന്ന് വേണം പറയാൻ. മാത്രമല്ല ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ട് ഇറാനിലെ ആണവ കേന്ദ്രം തന്നെ ആക്രമിക്കുന്ന നിലയുണ്ടാകുന്നു. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണമാണ്. പക്ഷേ ആ ആണവ വികിരണം ഇതുവരെ ഉണ്ടായിട്ടില്ല, ആൾനാശമില്ല, മറ്റു വലിയ നാശനഷ്ടമില്ല എന്ന കാര്യം ഇറാൻ പറയുന്നു. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാണിജ്യ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഏതെങ്കിലും യുദ്ധം തീരുന്നതിനുള്ള ഏതെങ്കിലും ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷേ ചർച്ചകൾ പല വഴി നടക്കുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി തന്നെ അത്തരമൊരു ചർച്ചയിൽ മുൻകൈയെടുക്കുന്നു. അതിൽ എലോൺ മസ്ക് കൂടി പങ്കെടുക്കുന്നു എന്ന് കാണുമ്പോൾ ആ ഒരു ചർച്ച മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഈ വാണിജ്യ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ വ്യവസായ മേഖലകളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുമ്പോൾ എലോൺ മസ്കിൻ്റെയൊക്കെ തന്നെ ഇടപെടൽ ഇതിൽ വളരെ നിർണായകമായി മാറും. എൽദോ റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഇടപെടൽ, അതിൽ മോദി, എലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ് ഒരു ടെലിഫോൺ സംസാരമുണ്ടായി എന്നുള്ളതൊക്കെ എന്തായാലും ശ്രദ്ധേയമാണ്. വിനോദാണ് വിവരങ്ങൾ. കേരളം ചൂടിൽ തിളച്ചുമറിയവേ പാലക്കാട്ട് ഈ സീസണിലെ ഏറ്റവും കൂടിയ ചൂട് വ്യാഴാഴ്ച രേഖപ്പെടുത്തി. 39.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. കൊടും ചൂടിനിടെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് സംസ്ഥാനത്ത്. വ്യാഴാഴ്ച പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം 10,908 കോടി യൂണിറ്റാണ്. വിവിധയിടങ്ങളിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമുണ്ട്. സാരംഗ് വിവരങ്ങൾ. വേനൽ ആരംഭിച്ചതോടുകൂടി കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടു വരുന്നത്.
കഴിഞ്ഞ ദിവസമടക്കം പാലക്കാട് ജില്ലയിലാണ് റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയത്. പക്ഷേ ആ രേഖപ്പെടുത്തിയ ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുക. ഒരു 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ കൂടുതൽ ചൂട് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകും. മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ പ്രദേശങ്ങൾ നിലനിൽക്കുന്ന ജില്ലകളിൽ ഈ ഹ്യൂമിഡിറ്റി കൂടി വർദ്ധിക്കുന്നതോടുകൂടി കൂടുതൽ അസ്വാരസ്യങ്ങൾ, അതായത് കൂടുതൽ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് കൊള്ളാതിരിക്കുക, ഒപ്പം തന്നെ നിർജ്ജലീകരണം, സൂര്യാഘാതം അടക്കമുള്ള സാഹചര്യങ്ങളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക, ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തിനാലും വരുന്ന ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി ഒരു വേനൽ മഴയ്ക്കുള്ളൊരു സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും കനത്ത ചൂടിനൊരു സമാശ്വാസം ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിലടക്കം ചൂട് വർദ്ധിക്കാനാണ് ഇനിയും സാധ്യത. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ നടത്താനിരുന്ന ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരം സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി. GCD ആവശ്യപ്പെട്ട തുക കേരള ഫുട്ബോൾ അസോസിയേഷൻ അടച്ചു. പണം അടയ്ക്കാത്തതുമൂലം ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ചിന് സ്റ്റേഡിയം തുറന്ന് കൊടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീം നിശ്ചയിച്ച വാർത്താ സമ്മേളനവും ഇതോടെ നടത്താൻ സാധിച്ചില്ല. ഈ മാസം 31-ാം തീയതിയാണ് ഇന്ത്യ ഹോങ്കോങ് മത്സരം. മത്സരത്തിനായി ഹോങ്കോങ് ടീം ഇന്നലെ കൊച്ചിയിലെത്തി. ഡാനി പോണ്ടർ. ഇന്ത്യ ഹോങ്കോങ് മത്സരത്തിനുള്ള അനിശ്ചിതത്വം നീങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഇന്ത്യൻ ടീം ഇവിടെ എത്തിയപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയപ്പോൾ GCD ആണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശം. GCD വാതിൽ തുറന്നു കൊടുത്തിരുന്ന ഗേറ്റ് അടച്ചിരുന്നു. അകത്തേക്ക് കടക്കാൻ ഇന്ത്യൻ ടീം കോച്ച്, അതോടൊപ്പം തന്നെ കളിക്കാർ, ഇവർക്ക് ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ ടീമിൻ്റെ വാർത്താ സമ്മേളനം അടക്കം നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് അകത്തേക്ക് കടക്കാൻ പോലും തന്നെ സാധിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു വിവാദമാണ് ഇത് സംബന്ധിച്ച് ഉയർന്നത്. GCD പണം അടച്ചില്ല എന്നത് കാരണം കൊണ്ടാണ് GCD ഇത് തുറന്നു കൊടുക്കാതിരുന്നത്. GCD നിലപാടുകൾ വളരെ ശക്തമാക്കി മുന്നോട്ട് പോവുകയായിരുന്നു. ഏതാണ്ട് 25 ലക്ഷത്തിലധികം രൂപയാണ് ഇതിൽ ഫീസിനത്തിലും അതോടൊപ്പം തന്നെ കരുതൽ മണി എന്ന രീതിയിലുമുള്ള ധനമെന്ന രീതിയിലും പണം അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ പണം അടച്ചില്ല എങ്കിൽ തങ്ങൾ മത്സരത്തിന് വേണ്ടി, ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയം തുറന്നു കൊടുക്കില്ല എന്ന ഒരു കർശന നിലപാട് തന്നെയാണ് GCD സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് പോലും ഇതിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ കോച്ച് അടക്കം വളരെ അപമാനിതരായാണ് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത്. അകത്തേക്ക് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ നിശ്ചയിച്ച വാർത്താ സമ്മേളനം അടക്കം റദ്ദ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരം ഒരു അന്താരാഷ്ട്ര മത്സരമാണിത്, നടക്കുമോ എന്നതടക്കമുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇപ്പോൾ ഇത് KFA, കേരള ഫുട്ബോൾ അസോസിയേഷൻ ഈ തുക അടച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായും തുക അടച്ചതായിട്ട് KFA വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ മത്സരം സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വമില്ല, അനിശ്ചിതത്വം മാറിയിരിക്കുന്നു. 31-ന് തന്നെ മത്സരം നടക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹോങ്കോങ് ഫുട്ബോൾ ടീം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ടീമിന് അടക്കമുള്ള ഒരു പരിശീലനം അടക്കം ഇവിടെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ അത് നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്ന തൃപ്പൂണിത്തുറയിലെ ഗ്രൗണ്ടിലാണ് അവർക്ക് ഇന്ത്യൻ ടീമിനടക്കം പരിശീലനം നടത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ GCD ഇങ്ങനെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ച് നേരത്തെ ISL മത്സരം നടക്കുമ്പോഴും ഈ രീതിയിൽ തന്നെയായിരുന്നു കർക്കശമായ നിലപാട്. പണമടച്ചതിന് ശേഷം മാത്രം കളി എന്ന രീതിയിലുള്ള ഒരു നിലപാട് GCD സ്വീകരിക്കുകയും ചെയ്തിരുന്നു. GCDയുടെ ഇത്തരമൊരു നടപടികൾ കായിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒരു ഭാഗത്ത് ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ GCDക്ക് ഈ ഗ്രൗണ്ട്, മൈതാനവും സ്റ്റേഡിയം അടക്കം പരിപാലനം ചെയ്യുന്നതിന് തുക തങ്ങൾക്ക് ആവശ്യമാണ്. ആ തുക നൽകി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിലപാട് GCDയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഈ ഫുട്ബോൾ മത്സരം സംബന്ധിയായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പണമടക്കാത്തത് കൊണ്ട് മത്സരം നടക്കുമോ എന്ന രീതിയിൽ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഏതായാലും കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ തുക അടച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ മാസം 31-ന് നടക്കുന്ന ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരം അത് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നത്. റൈറ്റ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് IPL-ലെ 2026 സീസൺ ഇന്ന് ആരംഭിക്കാനിരിക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടിയാവുകയാണ് ഇന്ത്യയുടെ മുൻ നായകൻ MS ധോണിയുടെ പരിക്ക്. കാലിലേറ്റ പരിക്ക് ധോണിയുടെ സീസണിലെ ആദ്യത്തെ 2 ആഴ്ചയിലെ മത്സരങ്ങൾ നഷ്ടപ്പെടുത്തും എന്നാണ് CSKയുടെ വെളിപ്പെടുത്തൽ. ധോണിയുടെ അഭാവത്തിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പിംഗ് ചുമതല ഏറ്റെടുക്കുന്നു.
ധോണിയുടെ പിൻഗാമിയായി ടീം മാനേജ്മെന്റ് കാണുന്ന സഞ്ജുവിനെ കഴിഞ്ഞ ഡിസംബറിലെ ലേലത്തിന് മുന്നോടിയായി വലിയൊരു ട്രേഡിലൂടെയാണ് ചെന്നൈ ടീമിലെത്തിച്ചത്. രവീന്ദ്ര ജഡേജയും സാം കറനെയും രാജസ്ഥാൻ റോയൽസിന് നൽകി സഞ്ജുവിനെ പകരം സ്വന്തമാക്കുകയായിരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന്റെ പേരിൽ ഇന്നലെ അറസ്റ്റിലായ ലോകപ്രശസ്ത ഗോൾഫർ ടൈഗർ വുഡ്സിനെ വിട്ടയച്ചു. ഫ്ലോറിഡയിൽ നടന്ന കാർ അപകടത്തെ തുടർന്നാണ് ടൈഗർ വുഡ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, സ്വത്ത് നാശനഷ്ടമുണ്ടാക്കുക, നിയമപരമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകാൻ വിസമ്മതിക്കുക എന്നീ കുറ്റങ്ങൾ വുഡ്സിന് മേൽ ചുമത്തിയിരുന്നു. വയനാട് വടക്കനാട് കൊലയാളി കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം പുനരാരംഭിക്കും. മുട്ടിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കുന്നതിനായി ദൗത്യസംഘം പ്രദേശത്ത് ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പനെ വനത്തിനോട് ചേർന്ന് കണ്ടെത്തി. 5 കുങ്കിയാനകളാണ് ദൗത്യത്തിലുള്ളത്. 2 വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, ഈ ആന നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടോ? അത് ഉൾക്കാട്ടിലേക്ക് പോകുന്ന സാഹചര്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ദൗത്യം, ഏത് ഘട്ടത്തിലെത്തി? എൽദോ, വയനാട് വടക്കനാട്ട് പ്രദേശത്തെ കൊലയാളിയായ കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് തുടരുകയാണ്. 1 മാസം മുമ്പാണ് ഇവിടെയുള്ള രജീവ് എന്നൊരു യുവാവിനെ ഈ കാട്ടാന കൊലപ്പെടുത്തിയത്. അതിനുശേഷം കാട്ടാനെ പിടികൂടാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുട്ടിക്കൊമ്പനായുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുകയാണ്. മുട്ടിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കുന്നതിനായി ദൗത്യസംഘം കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് ശ്രമം തുടരുകയാണ്. ഒപ്പം 5ഓളം കുങ്കിയാനകളുടെ സഹായവുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പനെ വനത്തിനോട് ചേർന്ന് കണ്ടെത്തിയിരുന്നു. ഈ ദൗത്യത്തിൽ 2 ഡോക്ടർമാരും വെറ്റിനറി ഡോക്ടർമാരും വനപാലകരോടൊപ്പമുണ്ട്. എന്തായാലും കഴിഞ്ഞ 8 ദിവസമായി മുട്ടിക്കൊമ്പനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുകയാണ്. എൽദോ, ആന വനത്തിനുള്ളിലേക്ക് കയറിയതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ ഇന്നലെ പുലർച്ചെ 3 മണിയോടെ വനത്തിന്റെ അതിർത്തിയിൽ മുട്ടിക്കൊമ്പനെ കണ്ടെത്തിയെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വടക്കനാട് വള്ളുവാടി വനമേഖലകളിൽ ഇന്നലെ രാവിലെ മുതൽ തിരച്ചിൽ തുടർന്നെങ്കിലും ആനയെ കണ്ടെത്താനാവാത്തതിൽ ദൗത്യം ഇന്നത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് കാട്ടാനയെ മയക്കുവെടി വെക്കുന്ന ദൗത്യത്തിന് തുടക്കമായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ വള്ളുവാടിയിലെ വനാതിർത്തിയിൽ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചെങ്കിലും ലക്ഷ്യം തെറ്റിയതിനാൽ ആന കാട്ടിലേക്ക് ഓടിമറയുന്ന ഒരവസ്ഥയുമുണ്ടായി. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വടക്കനാട് കണ്ണാറമ്പൻ കവലയിൽ വെച്ച് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിനിടെ വനപാലകർക്ക് നേരെ മുട്ടിക്കൊമ്പൻ തിരിഞ്ഞതോടെ വനപാലകർ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും തുടർന്നും 2 ദിവസവും തിരച്ചിൽ വ്യാപകമാക്കിയെങ്കിലും ആനയെ ഇന്നലെ കണ്ടെത്തി. പക്ഷേ വെടി വെക്കാനായില്ല. ഇന്ന് രാത്രിയോടെ വീണ്ടും ദൗത്യം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് വനപാലകരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഭീതിയിലാണ്. ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞിട്ടില്ല. ആന രാത്രി സമയങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ വെടിവെക്കാനുള്ള ശ്രമത്തിന് ശേഷം വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ പുലർച്ചെയായിരുന്നു വെടിവെക്കാൻ ഉള്ള ശ്രമം നടന്നത്. പക്ഷേ രാത്രിയൊന്നും തെരച്ചിലിൽ ആനയെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ഇന്നും ദൗത്യസംഘം തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എൽദോ, സമ്മർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്നാണ്. ടിക്കറ്റുകൾക്ക് റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. 42 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 41,73,410 ടിക്കറ്റുകൾ വിറ്റുപോയി. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ്. 1ാം സമ്മാനം 10 കോടി രൂപയാണ്. സാരംഗ് സുധാകരൻ വിവരം നൽകും. സാരംഗ്, അങ്ങനെയാ സമ്മർ ബമ്പറിന്റെ വിജയം ആരെന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ? എൽദോ, അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഗോർഗി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്ക് കൃത്യം ഈ ഒരു നറുക്കെടുപ്പ് ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ് ഈ ഒരു സമ്മർ ബമ്പർ ടിക്കറ്റിന് നടന്നത്. 42 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 41,73,410 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. അതിൽ 10 കോടിയാണ് ഇത്തവണ സമ്മർ ബമ്പർ 1ാം സമ്മാനം എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഭാഗ്യപരീക്ഷകർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ 1 കോടി രൂപ 2ാം സമ്മാനവും പിന്നീട് സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ട്. നമുക്കറിയാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോട്ടറിക്ക് ഈ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വരുത്തിയിരുന്നു സർക്കാർ. അതിൻ്റെ ഭാഗമായി സമാശ്വാസ സമ്മാനങ്ങളും വലിയ രീതിയിലുള്ള മറ്റ് സമ്മാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 2 മണിക്ക് കൃത്യം 2 മണിക്ക് തന്നെ ഗോർഖി ഭവനിൽ നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആജ്ഞ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഈ നമ്മൾ കണ്ടു 42 ലക്ഷം ടിക്കറ്റ് അടിച്ചതിൽ ഏതാണ്ട്
ഭൂരിഭാഗം നല്ല 100% വിറ്റഴിക്കപ്പെട്ടു. ഇനി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണെന്നാണ് ലോട്ടറി കച്ചവടക്കാർ പറയുന്നത്. ആജ്ഞ എവിടെയാണുള്ളത്? അവിടെ എങ്ങനെയാ ഈ സമ്മർ ബമ്പർ അവൈലബിൾ ആണോ? ഇനിയും ടിക്കറ്റ് വിൽക്കാനുണ്ടോ? എൽദോ 42 ലക്ഷം ടിക്കറ്റ് അടിച്ചതിൽ 41,73,410 ടിക്കറ്റുകളും, അതായത് ചുരുക്കം ടിക്കറ്റുകൾ 30,000-ൽ താഴെ ടിക്കറ്റുകളാണ് ഇനി വിപണിയിലുള്ളത്. കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ പലരും പറയുന്നത് ഇവിടുത്തെ വലിയൊരു ഇതായിരുന്നില്ല, വിൽപ്പന ആയിരുന്നില്ല നടന്നതെന്ന് പറയുന്നത്. പക്ഷേ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 42 ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചതിൽ ഇത്രയും അധികം ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് സർക്കാരിനെ സംബന്ധിച്ചുള്ള റെക്കോർഡ് വിൽപ്പനയാണ്. കാരണം കഴിഞ്ഞ തവണ 36 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അപ്പോൾ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ഓണം ബമ്പറായാലും പൂജാ ബമ്പറായാലും ഒക്കെ വലിയ വിൽപ്പനയാണ്, റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഭാഗ്യ പരീക്ഷണത്തിനും ഭാഗ്യശാലികൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കൂടുതൽ സമാശ്വാസ സമ്മാനങ്ങളും ഒക്കെ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാഗ്യം കുറിയിലൂടെ ഭാഗ്യം തേടുന്ന ആളുകളുടെ എണ്ണവും വല്ലാതെ കൂടിയിട്ടുണ്ട്. എന്തായാലും 2 മണിക്കാണ് നറുക്കെടുപ്പ്. നിലവിൽ ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇത്ര അധികം ടിക്കറ്റുകൾ വിറ്റുപോകാനില്ല. എന്നിരുന്നാലും ടിക്കറ്റുകൾ അവൈലബിൾ ആണ് ഇവിടെ എന്നുള്ളതാണ്. ഒരുപാട് ടിക്കറ്റുകൾ വിറ്റുപോയായിരുന്നോ? ഇത്രയേ ഉള്ളൂ? ബാക്കി ഇത്രയേ ഉള്ളൂ. ഒരുപാട് ടിക്കറ്റ് പോയിട്ടുണ്ട്. ചിലവുണ്ട്, ചെലവായിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നറുക്കെടുപ്പിന് മുൻപായിട്ട്? മുമ്പ് കഴിഞ്ഞിട്ട് വരും, നമുക്ക് എപ്പോൾ അൺസോൾഡിങ് എടുക്കാം. 2 മണി വരെ ടിക്കറ്റുകൾ വിറ്റ് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ. അതായത് ഇനിയും വിൽപ്പന നന്നായി നടന്നിട്ടുണ്ട്, നന്നായി നടക്കുമെന്ന്, ഇനി ബാക്കിയുള്ളതുകൂടി വിറ്റ് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്നലെ 2 മണിക്കാണ് തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കുക. നിലവിൽ ഇത്ര അധികം ടിക്കറ്റുകൾ ഇവിടെ വിറ്റുപോകാനുണ്ട്. ഇവിടുത്തെ നിരവധി ഷോപ്പുകളുണ്ട്. ചിലയിടത്തൊക്കെ ടിക്കറ്റുകൾ കാണുന്നില്ല. ആളുകൾ, അതായത് മറ്റ് പൂജാ ബമ്പറോ അതല്ലെങ്കിൽ ഓണം ബമ്പറോ പോലെ ഒരു റഷ് നമുക്കിപ്പോൾ മറ്റേ ആ സമയത്തൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ഷോപ്പുകളിലൊക്കെ വലിയ തിരക്കായിരുന്നു. ആ സമയത്ത് ഈ ടിക്കറ്റുകളുടെ അവൈലബിലിറ്റി തന്നെ, അതായത് ചില കടകളിലൊക്കെ ഭയങ്കരമായി തീർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഒരുപക്ഷെ ഈ ബാക്കി വരുന്ന 20-30,000-ൽ താഴെയുള്ള ഇപ്പോൾ സാരംഗ് അവിടെ ആ നറുക്കെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു എന്ന് തോന്നുന്നു. അതാ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സാരംഗ്, അവിടെ ഒരുക്കങ്ങൾ 2 മണിക്കാണല്ലോ, 1:53. എന്തായി അവിടെ? തയ്യാറെടുപ്പുകൾ പൂർണ്ണമാണോ?